ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ iPhone 16e കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് iPhone SE എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കാറുണ്ട്. അതായത് ഒരു ബഡ്ജറ്റ് ലെവൽ കാറ്റഗറി, ബഡ്ജറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അവരൊരു നോർമൽ കാറ്റഗറിയായിട്ടും കുറച്ച് വില കുറഞ്ഞൊരു കാറ്റഗറി അവർ ഇറക്കുന്നുണ്ടായിരുന്നു SE മോഡൽ. പിന്നെ നിർത്തിയിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഒരു റീലോഞ്ച് ചെയ്തേക്കുന്നതാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. 16 തൊട്ടാണ് സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത് 16e. പക്ഷേ പ്രൈസ് വന്നിരിക്കുന്നത് 60,000 രൂപയാണ്, 59,990 രൂപ. അപ്പോൾ അതിൻ്റെ സ്പെക്സും ഈ പ്രൈസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതിലേക്ക് പോകണ്ട, അതായത് ഇത് ഈ സാധനം വാങ്ങിക്കാനേ പോകണ്ടെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളൊരു ഐഫോൺ ബ്രാൻഡ് അല്ലെങ്കിൽ ഐഫോൺ ബ്രാൻഡന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വീഡിയോ ഇപ്പം ഇതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സംഭവമൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചൊന്ന് വീഡിയോ ഇട്ട് എടുക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് 60,000 കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിക്കേണ്ട ഒരു ആവശ്യവും ഈ സാധനത്തിൽ ഇല്ല. ഒന്നാമത്തെ iPhone 16 തന്നെ ആ പ്രൈസിന് കിട്ടിയത് തന്നെ ജസ്റ്റിഫൈഡ് അല്ല, അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി എന്നല്ല പറയേണ്ടി വരും. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇതിൻ്റെ ജസ്റ്റ് സ്പെക്സ് വേണമെങ്കിൽ ഒരു കമ്പാരിസൺ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 60 Hz തന്നെയാണ്. അപ്പോൾ എന്തായാലും 16-ലെ 60 Hz ആണ്. അപ്പോൾ പിന്നെ ഇതിൽ 120 Hz ഒന്നും അവർ തരില്ലല്ലോ. അപ്പോൾ പിന്നെ ബെസൽ കൂടുതലാണ്. നമുക്ക് പഴയ നോച്ചാണ് വരുന്നത്. നമ്മുടെ ഒരു iPhone 13 ഒക്കെ ഒരു ഫ്രണ്ട് കാണുമ്പോൾ ഇങ്ങനെയാണ്, അതേപോലെ ഇരിക്കും ഇതിൻ്റെ ഫ്രണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു ക്യാമറയുള്ളൂ, 48 MP സെൻസറാണ് വരുന്നത്. അതുകൊണ്ട് iPhone 16 വരുന്ന 48 MP സെൻസർ അല്ല കേട്ടോ, തെറ്റിയിരിക്കേണ്ട. അതിനായിട്ട് ചെറിയ സെൻസറാണ്. അതുകൊണ്ട് തന്നെ iPhone 16 ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് അറിയാം, ഫോട്ടോഗ്രാഫി നമ്മൾ പറയുന്നത് ആവറേജ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു 70% എന്ന് വേണമെങ്കിൽ പറയാം ഈ 16e ഫോട്ടോഗ്രാഫീനെ പറയണമെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ 60,000 രൂപയ്ക്കിൻ്റെ ആൻഡ്രോയിഡ് ഫോണൊന്നും അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ എന്താ പറയുക പകുതി പോലും ഈ സാധനം എത്തില്ല. ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു എന്താ പറയുക ഐഫോൺ എന്ന് പറഞ്ഞ ക്യാമറ കിടിലും, ആൻഡ്രോയിഡൊക്കെ തന്നെ വെട്ടിച്ചപ്പോൾ കാലം അപ്പുറത്തേക്ക് പോയി തുടങ്ങി. ചൈനീസ് ഇപ്പോൾ അതിനടക്കം ഇപ്പോൾ ഇടിവെട്ട് ഫോട്ടോസാണ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വീഡിയോഗ്രാഫി ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. iPhone 16 വീഡിയോഗ്രാഫിയുടെ അത്രയൊന്നും ഇല്ല, എന്നാലും ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ 12 MP സെൻസർ തന്നെയാണ് വരുന്നത്, അതും ആവറേജ് തന്നെയാണ് പറയാനുള്ളൂ കേട്ടോ. പിന്നെ USB Type-C ആണ് വരുന്നത്, അതും 2.0 തന്നെയാണ്. അപ്പോൾ ഇതിന് തന്നെ 2.0 ആണ്, നമ്മുടെ 16 വരുന്ന തന്നെ 2.0 ആണ്. അപ്പം പിന്നെ ഇതിനാരും പറയേണ്ട ആവശ്യമില്ലല്ലോ. അലുമിനിയം ബോഡിയാണ് വരുന്നത്, IP68 റേറ്റിംഗ് ഉണ്ട്. ഭാഗ്യം അതെങ്കിലും വെച്ചല്ലോ. പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാനുള്ള ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്, നമ്മുടെ iPhone 16 വരുന്ന ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്, പക്ഷേ ക്യാമറ ബട്ടൺ വരുന്നില്ല. പിന്നെ നമുക്കിതിൽ മിനിമം 8 GB റാം വരുന്നുണ്ട്. എന്താ വെച്ചാൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. പ്രോ സീരീസുകളൊക്കെ ആപ്പിൾ ഇൻ്റലിജൻസ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ ഇതിൽ എന്താവാനാ. പിന്നെ എന്താ പറയുക, ആവശ്യമുള്ള മിക്ക സെൻസേഴ്സും കാര്യങ്ങളൊക്കെ സംഭവത്തിൽ വരുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ള എന്താ വെച്ചാൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഭയങ്കര കിടിലൊന്നും അല്ല കേട്ടോ. 60,000 രൂപയ്ക്ക് ഒരു 30,000 അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ആൻഡ്രോയിഡ് ഫോണുകളുടെ ഡിസ്പ്ലേ ഇല്ലേ, അതിൻ്റെ അത്ര എനിക്ക് തീരെ തോന്നിയില്ല. പ്രത്യേകിച്ചും എൻ്റെ സൈഡ് ബസ്സിലൊക്കെ ഭയങ്കര കൂടുതലുണ്ട്. കാണുമ്പോൾ ഒരു എന്തിനാ 60,000 കൊടുത്തതെന്ന് തോന്നിപ്പോകും, അങ്ങനത്തെ ഒരു സാധനമാണ് സാധനം. അപ്പോൾ തീരെ റെക്കമെൻഡ് അല്ല, ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല സാധനം. എന്താ വെച്ചാൽ കൊടുക്കുന്ന കാശിന് 10 പൈസയ്ക്ക് വാല്യൂ തരാത്തൊരു സാധനം. 60,000 രൂപയ്ക്ക് iPhone 16 തന്നെ വാങ്ങിക്കുന്ന തന്നെ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ 16e കാര്യം പറയണോ? ഇത് 40,000 അല്ലെങ്കിൽ ഒരു 35,000 രൂപയ്ക്കൊക്കെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെയും പോട്ടെ എനിക്കായിരുന്നു. പക്ഷേ ഇതിന് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും. എന്താ വെച്ചാൽ നമുക്കിതിൽ ബാറ്ററി കപ്പാസിറ്റി നമ്മുടെ നോർമലിനെക്കാട്ടും കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 4000 mAh വരുന്നുണ്ട്. പിന്നെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ നമ്മുടെ മാക്സ് സേഫ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടോ, അതൊന്നുമില്ല. എടുത്ത് കളയാൻ ഒരു ഭയങ്കര ഫാസ്റ്റ് അല്ല, ആഡ് ചെയ്യാൻ അറിയില്ല അവർക്ക്, അത് വേറെ കാര്യം. സ്പീക്കർ ക്വാളിറ്റി ഒക്കെ ആവറേജ് തന്നെ പറയുള്ളൂ, വേറെ സംഭവങ്ങളൊന്നും പറയാല്ലേ പ്രത്യേകിച്ച്. പിന്നെ നമ്മുടെ 5G ബാൻഡുകൾ നമ്മുടെ iPhone 16 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനായിട്ടും കുറവാണ്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന നല്ല മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഇഷ്യൂ വരില്ല. പക്ഷേ കുറവാണ്, നമ്മളെടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഒരു മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മോഡം കൊടുത്തേക്കുന്നത് ആപ്പിളിൻ്റെ അവരുണ്ടാക്കിയ C1 എന്ന് പറഞ്ഞൊരു മോഡാണ്. ഇത്രയും കാലം കോൾകോമിൻ്റെ സാംസങ്ങിൻ്റെ മോഡൊക്കെ ആയിരുന്നു ഉപയോഗിക്കാറ്. ഇപ്പോൾ അവർ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മോഡാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് നമുക്കൊരു സ്പെസിഫിക്കൽ എടുത്ത് പറയാനുള്ള സംഭവം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ എടുത്ത് പറയാനുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ എന്തായാലും 60,000 രൂപയ്ക്ക് സാധനം തീരെ ഇതല്ല, നമ്മുടെ 16e തീരെ വാല്യൂ ഫോർ മണി അല്ല. നിങ്ങളൊരു ആപ്പിൾ ബ്രാൻഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ കാശ് കുറേ പൊട്ടിച്ച് കളയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലാത്ത പക്ഷം അവോയ്ഡ് ദീസ്, അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസും ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് സ്മാർട്ട് ഫോൺ സെക്ടറിലൊക്കെ ഞാൻ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്താലോ, അടുത്ത കാണാം.